എന്തൊരു പളവളപ്പ്, ബെസ്റ്റ് കളറാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞതുപോലെ. ഷാനിയുടെ സാരിയെ പറ്റി നമുക്ക് പിന്നെ ആയാലും അഭിപ്രായം പറയാം. താൻ ഇങ്ങോട്ട് പാടോ. സോറി മാഡം, അടിപൊളി സാരി. അല്ല മാഡം, ആ ശാലിനി ഓരോ ദിവസം ഓരോ കളർ സാരി, അതിനനുസരിച്ച പൊട്ട്, അതിനനുസരിച്ച ഇയർ റിംഗ്സ് ഒക്കെ ഇട്ട് വന്ന് മുന്നിൽ നിന്ന് കണ്ണുകൊണ്ട് ചോദിക്കാതെ ഒരു ചോദ്യമുണ്ട്, ഇന്ന് ഞാൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി. നയനാനന്ദകരമായ പല കാഴ്ചകളും അവള് സമ്മാനിക്കും. പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോ സാഹിത്യമൊക്കെ വായിൽ ഒഴുകി ഇറങ്ങാല്ലേ. ഒരു സത്യം പറഞ്ഞ മുഖസ്തുതിയാൻ തോന്നരുത്. തോമാച്ച സത്യമൊക്കെ പറയോ? അത് പിന്നെ ഗതി കേട്ടാൽ ഏത് പോലെയും സത്യം പറഞ്ഞു പോകും. എന്റെ മാഡം, ആ ശാലിനി, ശോഭനെ, സുഭദ്രയും ഒക്കെ ഫാഷൻ പരേഡ് പോലെ അണിഞ്ഞൊരുങ്ങുമെന്നല്ലാതെ റോസ്ലി മാഡത്തിന്റെ അയൽവക്കത്ത് വരില്ല. സിമ്പിളായി വേഷം ധരിച്ചു വരുന്ന ഈ സൂപ്രണ്ടിന്റെ അല്ലയോ സൗന്ദര്യം. അതല്ലെങ്കിൽ ഈ മാട്ടിറച്ചിയൊക്കെ കഴിച്ചിട്ട് വരുന്ന അച്ചായത്തി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലയോ. വെറുതെ ദഹനക്കേടുണ്ടാക്കല്ലേ തോമാച്ച. വീട്ടിലൊരെണ്ണം ഉണ്ടല്ലോ, സാറാമ, അവളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അത് നമുക്ക് സ്വന്തമില്ലേ. സ്വന്തം ഭാര്യയെ പ്രോത്സാഹിപ്പിക്കണം വല്ലപ്പോഴുമെങ്കിലും. ഇല്ലെങ്കിലേ നാട്ടുകാര് കയറി പ്രോത്സാഹിപ്പിക്കും. തോമാച്ചനെ പോലെ തോമാച്ചൻ മാത്രമല്ല ഉള്ളത് കേട്ടോ. എടോ, പുതിയ ചീഫ് എഞ്ചിനീയറിന് ചാർജ് എടുക്കുക. ശങ്കർ തമ്പി സാറോ? അതെ. എന്റെ ഈശോയെ, ചതിച്ചോ? അതെങ്ങനെ ചതിയാവുക? ഇനി ആരുടെ ഒരു ഉടായിപ്പും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുടെ സൗന്ദര്യവർണ്ണന നിർത്തി ജോലി ചെയ്യേണ്ടി വരുമെന്ന്. എടോ, നമ്മൾ വല്ല സ്വീകരണം അറേഞ്ച് ചെയ്യണോ? ഒരു ബൊക്കയെ കൊടുത്ത് സ്വീകരിച്ചാലോ? നമ്മുടെ സുധർമ്മയെ കൊണ്ട് കൊടുപ്പിക്കാം. അവളൊന്ന് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വെടിക്കെട്ട് സ്റ്റൈലല്ലേ വന്നിരിക്കുന്നത്. വെടിക്കെട്ട് നടത്തുന്ന കാര്യമല്ല പറഞ്ഞത്. അല്ല മാഡം, ഈ ബൊക്കെ പോലെ തന്നെ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് കൊടുക്കുന്ന ആളിനെങ്കിൽ അത് വാങ്ങുന്ന ആളിനും ഒരു ഉൾപ്പുളകമൊക്കെ ഉണ്ടാകും. അതുവഴി സൂപ്രണ്ടിനോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ തോന്നുകയും ചെയ്യും. ഈ 52-ാം വയസ്സിൽ എന്നോട് താല്പര്യം ഉണ്ടാക്കാനല്ല ബൊക്കയോ കൊടുക്കുന്നത്. 52 എന്ന് പറയരുത്, ഞാൻ സമ്മതിക്കത്തില്ല. 40 മുകളിൽ ഞാൻ സമ്മതിക്കത്തില്ല. 40 ഈസ് നോട്ടി എന്നല്ലേ. എന്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? കേണൽ ഐസക് തോമസ്. തന്നെ പോലെ 4.25 അടി പൊക്കത്തി ചോർത്തവളെ പോലെ ഇരിക്കുകയല്ല. ദേ, കൊച്ചു പെമ്പിള്ളാരെ ഇക്കിളിയാക്കി രസിക്കുന്നത് പോലെ എനിക്കിട്ട് ഇക്കിളിയിടരുത്, കൈ കഴിക്കും. ചീഫ് എഞ്ചിനീയറായി ചാർജ് എടുക്കുന്ന ശങ്കരൻ തമ്പി സാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ പറ്റി പറയാൻ ഓരോരുത്തർക്കും 1000 കഥകളില്ലല്ലോ. അഴിമതിയുടെ കറപുരളാത്ത, ആരുടെ മുന്നിൽ തലകുനിക്കാത്ത, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് അനുവദിക്കാത്തയാൾ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം വരരുതെന്ന് ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു. ഇപ്പൊ കോടതി ഉത്തരവ് വായിക്കൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റിലേക്ക് എത്തുന്നത്. അത് ശരി. അങ്ങനെ ഒരാൾ ആദ്യമേ ഓഫീസിലേക്ക് വരുമ്പോ നമ്മൾ സഹപ്രവർത്തകർ കാണിക്കേണ്ട മാന്യത കാണിക്കണം. അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടോ സുഖിപ്പിക്കുന്നതായിട്ടോ തോന്നാൻ പാടില്ല കേട്ടോ. നമ്മുടെ യൂണിയൻ നേതാവ് അശോകനെ വിളിച്ചൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു? അശോകനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്നും പറഞ്ഞു. കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു പൈസ പോലും തൊടാതെ അങ്ങ് അക്കൗണ്ടിലേക്ക് പോകുമായിരുന്നു. സുഭിക്ഷമായി കിട്ടുന്ന കിമ്പളം കൊണ്ട് 30 ദിവസവും വെള്ളമടി ഉൾപ്പെടെ മാന്യമായി ജീവിച്ചു പോകുന്നതാ. ഇനി അതൊക്കെ എങ്ങനായി തീരുവോ എന്തോ. കഥയിലെ രാജകുമാരി ഇന്നലെ കണ്ടായിരുന്നോ? വീട്ടിൽ ആ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. ആ കഥയൊന്ന് പറഞ്ഞു തരണേ. സർക്കാർ ഓഫീസിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിനിടയില അവിടെ രാജകുമാരി 2009 മുതലുള്ള ഫയലുകൾക്ക് വേണ്ടി ആവശ്യക്കാർ കയറി ഇറങ്ങുക.
വിവരാവകാശ നിയമപ്രകാരമേ. അതെ, മുഖ്യമന്ത്രി ജനസമ്പർക്കത്തിൽ തീർത്തോളും. അതിവേഗം ബഹുദൂരം. ഒരു കുമസന്റെ പണി ചെയ്യാൻ മുഖ്യമന്ത്രി ഉള്ളപ്പോ നമ്മളിങ്ങനെ ഐഡിയ സാർത്തിക്കിന്റെ കഥയും പറഞ്ഞ് അതിന് ഐഡിയ മെസ്സേജും ഒക്കെ അയച്ച് സുഖം ജീവിച്ചു പോയാ മതിയേ. അയ്യോ, ഇതാര്? നമസ്കാരം. സൂപ്രണ്ട് അത്യാവശ്യം വിളിച്ചതുകൊണ്ടാ വന്നത്. 100 കൂട്ടം ജോലി തിരക്കിടയിലാണ് ഞാൻ. അശോനി ഓഫീസിലെ ക്ലാർക്കല്ലേ? തസ്തികതാണെങ്കിലും ജോലി യൂണിയൻ പ്രവർത്തനമാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. അതെ, കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, പിന്നെ അത്യാവശ്യക്കാർക്ക് കുറച്ച് മണലും ചരലും എത്തിച്ചു കൊടുക്കുക തുടങ്ങി സർവ്വ 2ാം നമ്പർ പണിയും ചെയ്യും. ദോഷം പറയരുത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഒന്ന് ഒപ്പിട്ടിട്ട് പോന്നില്ലേ? സൂപ്രണ്ട് എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ടോ? അദ്ദേഹം ഇന്ന് ചാർജ് എടുക്കുന്നു, ശങ്കരൻ തമ്പി സാറ്. ആ വിവരം അശോനെ അറിയിച്ചില്ലെന്ന് പരാതി പറയരുതല്ലോ എന്ന് കരുതി. പ്രമോഷൻ കിട്ടിയപ്പോ വടക്കിന്ത്യയിൽ ഏതൊക്കെയോ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണെന്നാ കേട്ടത്. അല്ല, സൂപ്രണ്ടിന് ഇവർ ആരാ പറഞ്ഞത്? അദ്ദേഹം തന്നെ ഇന്നലെ മിനിസ്റ്ററെ കണ്ടിരുന്നു എന്നും പറഞ്ഞു. ഇനി ഈ ഓഫീസ് ഒരു ചീഫ് എഞ്ചിനീയറുടെ ഓഫീസായി പ്രവർത്തിക്കേണ്ടി വരും അല്ലേ അശോക? IAS കൺവർ ചെയ്ത് കിട്ടുമെന്നൊക്കെയാ കേട്ടിരുന്നത്. പിന്നെ കിട്ടും. അവിടെ ഇനി എത്ര വർഷം കൂടെ സർവീസിലുണ്ടാകും? 1.5 കൊല്ലം. അപ്പൊ 1.5 കൊല്ലം നമ്മൾ സഹിക്കണം എന്നർത്ഥം. വിളിച്ചറിയിച്ച സ്ഥിതിക്ക് സ്വീകരണം അങ്ങനെ എന്തെങ്കിലും? അതൊന്നും വേണ്ട. അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല, വലിയ കുടുംബക്കാരനാ. ഈ ശങ്കരൻ തമ്പി എന്ന് പറയുമ്പോ വേലുത്തമ്പിയുടെ ആരായിട്ട് വരും? വേലുത്തമ്പിയുടെ ആരാണോ വേറാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എല്ലാം ഭരിക്കാൻ വന്നാൽ ഈ അശോകൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. അശോക, ഞാൻ പറഞ്ഞത് സൂപ്രണ്ട്, സംഘടനാ പ്രവർത്തകന് അതിൻ്റെതായ മാന്യത കിട്ടണം. നേരത്തെ ഇവിടെ ഇരുന്ന കരുണാകരൻ സാർ അത് തന്നിട്ടുണ്ട്. ആ മര്യാദ തിരിച്ചും ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ പേര് നെയിം ബോർഡ് തയ്യാറാക്കിയില്ലേ? മോഹന്റെ കൈവശമുണ്ട്. എന്നാ ഇത് മാറ്റിയിട്ട് അതെടുത്ത് വെക്ക്. വന്ന് കയറുമ്പോ ഇത് കണ്ടിട്ട് ഗുരു പൊട്ടണ്ട. ആ മോഹൻ എവിടെ? ആ യൂണിയൻ ലീഡർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മണലുകടത്തും ഒക്കെയാണ് സൈഡ് ബിസിനസ് എങ്കിലേ പിയൂണ് മോഹന്റെ കല്യാണ ബ്രോക്കർ പണിയാ. അയ്യോ, ഞാനല്ല. സൂപ്പറിന്റെ വിളിക്കുന്നു. നമ്മൾ വിളിച്ച അവന്റെ പത്രാവധി ചേർത്തില്ലെങ്കിലോ? ഈ ബോർഡ് എടുത്ത് മാറ്റി ശങ്കരൻ തമ്പി സാറിന്റെ പേരെഴുതിയ ബോർഡ് വെക്കണം. ഈ ബോർഡ് മാത്രം മാറ്റിയാ പോരല്ലോ മാഡം. ആഫീസ് മാറ്റാൻ നീ തീരുമാനിച്ചോ? അയ്യോ, ഞാനല്ലേ. പിന്നെ മന്ത്രി വിളിച്ചു പറഞ്ഞു. തമ്പി സാർ വിളിച്ചായിരുന്നു. നിന്നെ എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നറിയില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? ഇരിക്കുന്ന കസേര മാറ്റണം, ടേബിൾ ക്ലോത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഓഫീസ് ഫർണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ചില നടപടിക്രമങ്ങളില്ലേ? നമുക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാനോ? കസേരയും മറ്റ് സാമഗ്രികളും ഒക്കെ എത്തിക്കഴിഞ്ഞു. ചിലരങ്ങനെ ഇരിക്കാനുള്ള കസേര കൂടെ കൊണ്ട് നടക്കും. എങ്കിൽ എവിടെ നിന്ന് ഈ വാചോടി കേൾക്കാതെ അത് എടുത്തിടുക. തോമാച്ച സഹായിക്കും. കരുണാകരൻ 2 വർഷം ഇത് ഇവിടെ ഇരുന്നിട്ട് ഇതുവരെ വായിച്ചില്ലായിരുന്നോ? നീ പോയി പുതിയ കസേരയും ടേബിൾ ക്ലോത്തുമായിട്ട് വാ. തോമാച്ച, ഈ കസേരക്ക് എന്താണ് ഒരു കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തമ്പി സാർ ഇതിലിരുന്നാൽ എന്താ? ആസനത്തിൽ ചൊറിവരും. ഒരുപക്ഷെ ഇനി മൂപ്പർക്ക് മൂലക്കുരുവിന്റെ അസ്ഥിത വല്ലതും ഉണ്ടാവൂ. ഇല്ലെങ്കിൽ പോലും നമ്മളത് അങ്ങനെ ആക്കും. അശോകൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ ഭാഷ ഒട്ടും വശമില്ലാത്തവനാ ഞാൻ. ഈ കസേരയിൽ ഇതുവരെ ഇരുന്നത് ആരാ? കരുണാകരൻ സാറ്. അദ്ദേഹം എന്താ ജാതി? അയ്യേ, നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ അങ്ങനെ കാണുന്നു. കഴിഞ്ഞ 2 വർഷമായി ദളിതനായ കരുണാകരൻ സാർ ഇരുന്ന കസേര ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ശങ്കരൻ തമ്പി. പ്രഭുത്വത്തിന്റെയും ജന്മിത്വത്തിന്റെയും ഒരിക്കൽ നാട്ടുരാജാക്കന്മാരായിരുന്നവരുടെയും പിന്മുറക്കാരൻ ശങ്കരൻ തമ്പി. പഴയ കസേരയിൽ ഇരുന്നാൽ പ്രശ്നമാ. അശോക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത്യാവശ്യം മാന്യമായി ജീവിക്കുന്ന നമുക്ക് മുന്നിൽ തമ്പി ഇവിടെ ഇരുന്നാൽ 10 മണിക്ക് നമ്മൾ സീറ്റിലുണ്ടാവേണ്ടി വരും. 5 മണിക്ക് 1 മിനിറ്റ് മുമ്പ് പുറത്തിറങ്ങാനൊക്കെ ഇല്ല. കൈക്കോലിയും കൊണ്ട് ക്യൂ നിൽക്കുന്ന ഓഫീസിൽ 10 കാശ് വാങ്ങാനൊക്കെ ഇല്ല. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ മറ്റെന്തെങ്കിലും വേണോ? അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പണി കൊടുക്കുക. എന്ത് പണി? എന്തെങ്കിലും കുഴുത്തുറുപ്പ് പണിയായിരിക്കും. ആ കാര്യത്തിൽ എന്നെ ആരെങ്കിലും മാറ്റി നിർത്തുവോ? ഈ കസേര മാറ്റത്തിനും മേശവിരി മാറ്റത്തിനും നമ്മൾ ഒരു നിറം നൽകുന്നു, ജാതിയുടെ നിറം. ചാനലുകാരെ വിളിച്ചെന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടി എറിയാന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ.
മൊബൈല് നിരോധിച്ച കാര്യം ഇവരാരും അറിഞ്ഞിട്ടില്ലയോ? ഈ ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫിന്റെ തലയിലെഴുത്ത് വരെ സാർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ആരൊക്കെ വരാത്തതുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ആബ്സെന്റ് ആയുടെ പേരുകൾ പറഞ്ഞപ്പോ സുധാകരൻ മെഡിക്കൽ ലീവ് അല്ലേ, അയാൾക്ക് എങ്ങനുണ്ടെന്ന്, ഓഫീസിലിരുന്ന് മദ്യപിക്കുന്നവരെ പറ്റി, ഭക്ഷണത്തിന് മുമ്പ് ബാറിൽ പോകുന്നവരെ പറ്റി, ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് മയങ്ങുന്നവരെ പറ്റി. മാഡം എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? സാറിന്റെ അത് ഞരമ്പ് രോഗമായതുകൊണ്ട് ശ്രദ്ധയപ്പെട്ട് കാണുകയല്ല. ഞരമ്പ് രോഗം നിനക്കോ? എടാ സൗന്ദര്യ ആരാധന പറയണ. അത്യാവശ്യം ഷുഗറും പ്രഷറും ഒക്കെ ആയില്ലേ സാറേ? ഇനിയൊന്ന് ഒതുങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാ. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഓരോരുത്തർക്ക് 100 നാവാ. ഈ സൗന്ദര്യ ആരാധന എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാർക്ക് വല്ലതും അറിയാവോ? ഈ ഓഫീസിലുള്ള സകല പെണ്ണുങ്ങളും ആരാധിക്കാനുള്ള പ്രാപ്തി ഇയാൾക്കുണ്ടോ? ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരാൾക്ക് ഇതിനപ്പുറം എങ്ങനെ മോശമാകാൻ ഒക്കും? അതെ, സൂപ്രണ്ടിനെ കേണലിനെ കണ്ട് കണ്ട് സാധാരണ പട്ടാളക്കാരെ ഒന്നും കണ്ണി പിടിക്കല്ലോ. അത് പോട്ടെ, ഈ ശങ്കരൻ തമ്പി സാർ എങ്ങനെ വർഗീയവാദിയാണോ? മാഡം അതേ പറ്റി.